വണ്ടി എടുത്തിട്ട് വരണം. ഇന്നലെ വണ്ടി പണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ 500 രൂപ പെട്രോൾ അടിച്ചിട്ട് അത് ഫുള്ള് പോയി. ആ വണ്ടി എടുത്തിട്ട് പണിത് അതിൽ 500 രൂപ അടിച്ച പെട്രോൾ മുഴുവൻ പോയില്ലേട്ടാ. ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ ഓയിൽ ലീക്ക്, അത് പെട്രോൾ ലീക്ക് ഉണ്ടെന്ന്. ആ സംഭവം ഞാൻ വെച്ച പെട്രോൾ ഫുള്ള് ലീക്കായി പോയിട്ട് വീട്ടിൽ നിന്ന് പിള്ളേര് വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാനത് പെട്രോൾ ലീക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ 2 ദിവസമായിട്ട് പറഞ്ഞത് പെട്രോൾ ലീക്ക് ഉണ്ട്, ഇത് കളയണം, അത് മാറ്റണം. ഈ സംഭവം 500 രൂപ അടിച്ച പെട്രോൾ പോയി. ചേട്ടാ നോക്കി, ഞാൻ കാണിച്ചതാ. ലീക്കില്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ പെട്രോൾ പോയേ? ഞാൻ ഇപ്പൊ എന്തിട്ട് ചെയ്യാ? നീ പെട്രോൾ അടിച്ച പൈസ നഷ്ടം. ഞാൻ വെറുതെ പറഞ്ഞ കാര്യമായില്ലേ? വണ്ടി ശരിയാണ്ട് പോവില്ല ചേട്ടാ. ഇത് കൊറേ നാളായിട്ട് ഇത് ഉള്ളതുകൊണ്ട് ഇത് മാറ്റാനേ അങ്ങോട്ട് വന്നേ. ഇതാണെന്നുള്ള കാര്യം എന്നെ പഠിപ്പിക്കണ്ട, ഇത് എനിക്ക് അറിയണ്ടെന്ന്. ചേട്ടാ കഥയല്ല, അപ്പൊ നഷ്ടം എനിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കഥ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഞാൻ പണിക്കാശ ഞാൻ പണിയതല്ലേ. അപ്പൊ എനിക്ക് പെട്രോൾ പോയി, എനിക്ക് കുറച്ച് എണ്ണ ഉണ്ട്. അത് നിങ്ങൾ എന്താ വെച്ചാൽ അതൊന്നും എനിക്ക് അറിയണ്ട. അത് നിങ്ങൾ ചെയ്താൽ മതി. ചേട്ടൻ എനിക്കത് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി. ഞാൻ ഈ സംഭവം മാറ്റാൻ വേണ്ടി അങ്ങോട്ട് വന്നേ. അപ്പൊ എനിക്ക് അതല്ലേ നിങ്ങൾ ചെയ്തു തരണ്ടേ? നിങ്ങൾ എന്നോട് ഇത് ഇങ്ങനെ പോണേന്ന് പറഞ്ഞ എന്താ കാര്യം? എനിക്കിത് ശരിയാക്കിയല്ലേ തരണ്ടേ? ഞാൻ ഇതിന് വേണ്ടിയല്ലേ നിങ്ങൾക്ക് എടുത്ത് പൈസ ഞാൻ പണിയിപ്പിച്ചേ. അന്ന് ഞാൻ അത് അടിച്ചുകൊണ്ട് നടക്കാം. ചേട്ടൻ്റെ എന്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം ഞാൻ അതുമാതിരിയുള്ള അവസ്ഥയിൽ വന്ന് ഞാൻ ചെയ്യിപ്പിച്ചേ. ഞാൻ നിങ്ങളോട് വിശ്വാസം കൊണ്ടാണ് ഞാൻ പിന്നെ എനിക്കറിയില്ല. ഇതിപ്പോ എന്നെ പറ്റി വെച്ചാൽ ഞാൻ ഇപ്പൊ എന്താ പറയാ, സെക്കൻഡ് ഹാൻഡ് വേണം. അപ്പൊ ഇത് ഞാൻ ഗായ്സ് ബൈ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? ബൈ ഗായ്സ്.